ആത്മാനമസ്തേ. ഗ്രാൻഡ് മാസ്റ്റർ ജോവാക്കോക്സിയുടെ ഇന്നർ ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി റിവീൽഡ് എന്ന കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷനാണിത്. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു. ഞാൻ യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയിലെ പ്രാണിക് ഹീലിംഗ് ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, നമുക്ക് ഈ കോഴ്സ് വരുന്നത് ഈ മാസം ഓഗസ്റ്റ് 24 കൊച്ചിയിലാണ്. ശ്രീമതി സുമീലാസനാണ് ഈ കോഴ്സിന്റെ ഇൻസ്ട്രക്ടറായിട്ട് നമുക്ക് വരുന്നത്. എന്താണ് ഈ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കോഴ്സിലൂടെ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ആ ടോപ്പിക് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ സൈറ്റില് ഈ കോഴ്സിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഴ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി റിവീൽഡ് കോഴ്സ് ഓഗസ്റ്റ് 24 സാറ്റർഡേ കൊച്ചിയിൽ വെച്ച്. ഓക്കെ, ഈ കോഴ്സ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ അമൂല്യമായിട്ടുള്ള ടീച്ചിങ്സിന്റെ അതിന്റെ പിന്നിലുള്ള ആന്തരിക അർത്ഥം നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ദെൻ വർഷങ്ങൾക്ക് പഴക്കം, ഏകദേശം 2000 അല്ലെങ്കിൽ 2000-ത്തിലധികം പഴക്കം ഈ ടീച്ചിങ്സിനുണ്ട്. ആ ടീച്ചിങ്സ്, ആ കാലഘട്ടത്തിൽ ടീച്ചിങ്സ് റിലീസ് ചെയ്തിട്ടുള്ള പല കഥകളും, അല്ലെങ്കിൽ അതിന്റെ ധാരാളം കഥകളുടെയൊക്കെ പിന്നിലുള്ള ആന്തരിക അർത്ഥം എന്താണ് എന്നാണ് ഇതിലൂടെ റിവീൽ ചെയ്യുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ഈ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഈ കോഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വാൻസ്ഡ് മെത്തേഡ് ഓഫ് ആക്ടിവേറ്റിംഗ് ദ ചക്രാസ്. നിങ്ങളുടെ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള അഡ്വാൻസ്ഡ് മെത്തേഡ് പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂലി അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഈസ് വെരി പവർഫുൾ. വളരെ പവർഫുൾ ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് 1, 2, 3 എന്ന് എണ്ണുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചക്രകൾ വലിയ അളവിൽ ശുദ്ധീകരിച്ച് ഊർജ്ജവൽക്കരിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നിക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പാർട്ടാണത്. അതേപോലെ സീക്രട്ട് പ്യൂരിഫിക്കേഷൻ റിച്വൽസ് ബൈ ദ എസൻസ്. സോ ശുദ്ധീകരണ പ്രക്രിയകളെ കുറിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ, അതേപോലെ എന്താണ് ഇന്നർ ടീച്ചിങ്സ് ബിഹൈൻഡ് ബാപ്റ്റിസത്തിന് പിന്നിലുള്ള ഇന്നർ ടീച്ചിങ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഈശ്വരന്റെ 3 ഗുണങ്ങൾ, യൂണിവേഴ്സൽ സുപ്രീം കോഡിന്റെ 3 ആസ്പെക്ട്സിനെ കുറിച്ച് പറയുന്നു. ജീസസ് ക്രൈസ്റ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ, സോ അതിന്റെ പിന്നിലുള്ള ആന്തരിക അർത്ഥം എന്താണ് എന്ന് പറയുന്നു. അതേപോലെ ക്യാമൽ, ഒട്ടകം, ഐ ഓഫ് ദ നീഡിൽ, അത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. അതിലെന്താണ് ഒട്ടകം, എന്താണ് ഐ ഓഫ് ദ നീഡിൽ എന്നെല്ലാം, അതിനൊക്കെ പിന്നിലുള്ള ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് അവിടെ റിവീൽ ചെയ്യും. നമ്മൾ ഓരോരുത്തരുടെയും ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അന്തസത്തയെ കുറിച്ച്, അതേപോലെ മറ്റു പല മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഇൻവേർട്ടഡ് ട്രീ ഓഫ് ലൈഫ്, ശാഖകള് താഴേക്കും വേര് മുകളിലേക്കുമായിട്ടുള്ള ഇൻവേർട്ടഡ് ട്രീ ഓഫ് ലൈഫിനെ കുറിച്ച് പറയും. ഇങ്ങനെ ധാരാളം ഇന്നർ ടീച്ചിങ്സ് ആണ് ഈ ക്രിസ്ത്യാനിറ്റി റിവീൽഡ് എന്ന കോഴ്സിൽ റിവീൽ ചെയ്യുന്നത്. ഇന്നർ ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി റിവീൽഡ് എന്നാണ്. സോ ഇന്നർ ടീച്ചിങ്സ് എന്ന് പറയുന്നത് 2 ടീച്ചിങ്സ് പറയുന്നു. ഒന്ന് ഇന്നർ ടീച്ചിങ്സ്, മറ്റൊന്ന് ഔട്ടർ ടീച്ചിങ്സ് എന്ന് പറയുന്നത് പബ്ലിക്കിനുള്ളതാണ്. ഇന്നർ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ഡിസൈപ്പിൾസിനുള്ളതാണ്. ക്ലോസ് ആയിട്ടുള്ള, വളരെ ഗുരുവായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ശിഷ്യന്മാർക്കുള്ളതാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? അവർക്ക് മാത്രമാണ് ഈ ഇന്നർ ടീച്ചിങ്സ് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള അറിവ് അവർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. പബ്ലിക്കിന് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്ക്
ഇത് കഥാരൂപത്തിലാണ് പറയുക. അങ്ങനെ ഇന്നർ ടീച്ചിങ്സും ഔട്ടർ ടീച്ചിങ്സും ഉണ്ട്. ഔട്ടർ ടീച്ചിങ്സ് കഥകളായിട്ട്, അല്ലെങ്കിൽ ഇന്നർ ടീച്ചിങ്സ് അത്രയും സീക്രട്ട് ആണ്. ഇന്നർ ടീച്ചിങ്സിന് പറയുന്നതാണ് സീക്രട്ട് ടീച്ചിങ്സ്. വളരെ സീക്രട്ട് ആണ്, സീക്രട്ട് ആണ്. സോ ക്രൈസ്റ്റിന്റെ ഒരു വചനാണ്, ഡു നോട്ട് ത്രോ വാട്ട് ഈസ് സീക്രട്ട് ടു ഡോഗ്സ്. സോ സീക്രട്ട് ആയിട്ടുള്ളതൊന്നും ഡോഗ്സിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാനുള്ളതല്ല. അതേപോലെ പന്നികൾക്ക് മുന്നിലേക്ക് മുത്തുകൾ വിതറുന്നത്. മുത്തുകൾ എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള വസ്തുവാണ്. ഇതെല്ലാം വളരെ പ്രൈസ്ലെസ് ടീച്ചിങ്സ് ആണ്, പ്രൈസ്ലെസ് ടീച്ചിങ്സ് ആണ്. അതുകൊണ്ട് അത് വളരെ ക്ലോസ്ഡ് ഡിസൈപ്പിൾസിന് മാത്രമുള്ളതാണ്. പബ്ലിക്കിന് കൊടുക്കുന്നത് ഔട്ടർ ടീച്ചിങ്സ് അല്ലെങ്കിൽ കഥാരൂപത്തിലാണ്. സോ ഒരു സാഹചര്യത്തില് ക്രൈസ്റ്റ് പബ്ലിക്കിന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കഥ പറയുന്നു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഈ കഥകളൊക്കെ, ഇവരോട് ഈ കഥകൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഭാഗമാണ്, ടു യു ദ ടീച്ചിങ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. സോ ഇന്നർ ടീച്ചിങ്സിനെ ടീച്ചിങ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ എന്നാ പറയാം. സോ നിങ്ങൾക്കുള്ളതാണ് ഇന്നർ ടീച്ചിങ്സ് അല്ലെങ്കിൽ ടീച്ചിങ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, ടു ദം ദ പാരബിൾസ്. സോ അവർക്കുള്ളതാണ് ഇത്തരത്തിലുള്ള കഥകൾ, ഉപമകളൊക്കെ അവർക്കുള്ളതാണ്. സോ ധാരാളം ഇത്തരത്തിലുള്ള കഥകളും ഉപമകളും ഒക്കെ ക്രൈസ്റ്റ് പറയുന്നതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ആന്തരികമായിട്ടുള്ള അർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. ധാരാളം കാര്യങ്ങൾ. അതിലൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഹോളി ഗ്രെയിൽ. സോ ക്രൈസ്റ്റിനെ ക്രൂശിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒലിക്കുന്ന രക്തം ശേഖരിക്കാനായിട്ട് ഒരു പാത്രം വെച്ചിരുന്നു. ആ പാത്രത്തില് രക്തത്തോടൊപ്പം വെള്ളം നിറഞ്ഞു, അതല്ല രക്തത്തിന് പകരം വെള്ളമായിരുന്നു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വിശ്വാസതാണ്, ആ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുന്നവൻ, അവന് ഡ്രിങ്കിങ് ഫ്രം ദ ഹോളി ഗ്രെയിൽ വാസ് സപ്പോസ് ടു ഗ്രാൻഡ് യു ഇറ്റേണൽ ലൈഫ്. അതിൽ നിന്ന് പാനം ചെയ്യുന്നവൻ, ആ പാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും പാനം ചെയ്യുന്നവൻ, അവൻ നിത്യജീവൻ പ്രദാനം നൽകും, അല്ലെങ്കിൽ ആ പാനത്തിലൂടെ അവന് നിത്യജീവനേകാൻ സാധിക്കും, അവന് നിത്യജീവൻ ലഭിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നിത്യജീവൻ എന്നുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് ആ നിത്യജീവൻ എന്നുള്ള വാക്കിന് വലിയൊരു പ്രസക്തി ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് നമ്മളൊരു ഉരുൾപൊട്ടലും അതേപോലെ തന്നെ ഈ അപകടവും പ്രയാസങ്ങളും എല്ലാവരും വിഷമിച്ചും ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോ ജീവൻ നഷ്ടപ്പെടുക പറയുമ്പോൾ എന്തും നഷ്ടപ്പെടുന്നത് ആൾക്കാർക്ക് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന കാര്യം. യഥാർത്ഥത്തില് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ നഷ്ടപ്പെട്ടതാണോ ജീവൻ, അല്ലെങ്കിൽ ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവൻ? സോ നിത്യജീവൻ എന്നുള്ളത്, അല്ലെങ്കിൽ അത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ക്രൈസ്റ്റിന്റെ കരങ്ങളിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ദൈവപുത്രനിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം വാക്യങ്ങൾ, ധാരാളം വചനങ്ങൾ കേൾക്കാം. അപ്പൊ നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ പഠിക്കും എന്താണ് നിത്യജീവൻ, അല്ലെങ്കിൽ ആ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഹോളി ഗ്രെയിൽ നമ്മളിലുണ്ട്. ആ ഒരു നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഹോളി ഗ്രെയിൽ, ആ ഹോളി ഗ്രെയിൽ എന്താണെന്നുള്ള സീക്രട്ട് ഇവിടെ റിവീൽ ചെയ്യും. സോ നമുക്കും ഇതേപോലെ നമ്മൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല, നമുക്ക് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് യാതൊന്നും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ നിത്യജീവനാണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. ആ നിത്യജീവൻ എന്ന് പറയുന്ന ബോധത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം, ഈ കാര്യങ്ങൾ ഈ കോഴ്സിൽ റിവീൽ ചെയ്യുന്നതാണ്. മറ്റൊന്ന് ദ ക്യാമൽ, ഒട്ടകത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഒട്ടകം, അതേപോലെ ഐ ഓഫ് എ നീഡിൽ എന്നൊക്കെ പറഞ്ഞു. ഒരു വാക്യമുണ്ട്, ഇറ്റ് ഈസ് ഈസിയർ ഫോർ എ ക്യാമൽ ടു ഗോ ത്രൂ ദ ഐ ഓഫ് എ നീഡിൽ ദാൻ എ റിച്ച് മാൻ ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. സോ ഒരു സമ്പന്നനായിട്ടുള്ള ഒരാളുടെ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത്, ദൈവലോക പ്രാപ്തി എന്ന് പറയുന്നത് അതിലും ഈസിയാണ് ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയ്ക്കുള്ളിലൂടെ പോകുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയ്ക്കുള്ളിലൂടെ പോകുന്നതിനേക്കാൾ പ്രയാസാണ് സമ്പന്നനായിട്ടുള്ള ഒരാളുടെ സ്വർഗപ്രാപ്തി. അപ്പൊ ഇവിടെ ഒട്ടകം എന്ന് പറയുന്നത് ഒരു സിംബോളിക്കാണ്.
ഓക്കെ, ഒട്ടകം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആണ്. ഐ ഓഫ് എ നീഡിൽ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. മാത്രമല്ല ഐ ഓഫ് എ നീഡിൽ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്. ഐ ഓഫ് എ നീഡിൽ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്. ആ ഐ ഓഫ് എ നീഡിൽ എന്താണെന്ന് അറിയുന്നത് വഴിയും അതിലൂടെ തന്നെ അതുവഴി ഒരാൾക്ക് ഈ ദൈവലോകത്തേക്ക് എത്തിച്ചേരാനും സാധിക്കും, ദൈവലോകം പ്രാപിക്കാനും സാധിക്കും. ഇനി സമ്പന്നൻ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. ഒരിക്കലും ഇതിന്റെ അർത്ഥം സമ്പന്നരായിട്ടുള്ള ആൾക്കാരും സ്വർഗരാജ്യത്ത് എത്തില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കില്ല എന്നോ അല്ല. സമ്പന്നൻ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. ഐ ഓഫ് എ നീഡിൽ സിംബോളിക് ആണ്. ക്യാമൽ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ രഹസ്യം നമ്മൾ അറിയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ രഹസ്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിമനോഹരമായിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടീച്ചിങ്സ്, അതിന്റെ എന്താ പറയുക, അതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാം. ടീച്ചിങ്ങിന്റെ ഒക്കെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്താണ്? ഇന്നർ ടീച്ചിങ്സ്. ഈ ഇന്നർ ടീച്ചിങ്സ് ആർക്കുള്ളതാണെന്നാ പറയുന്നത്? ഇന്നർ ടീച്ചിങ്സ് ആർ ഫോർ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർക്കുള്ളതാ പറഞ്ഞു. അപ്പൊ ആരാ ശിഷ്യന്മാരാരാ? ശിഷ്യന്മാര് എപ്പോഴും ഇപ്പൊ ഒരു ഗുരുവിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെ ഗുരുവിനോട് ചേർന്നിരിക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്നത്, ശിഷ്യന്മാർക്ക് ഈ ആന്തരികമായിട്ടുള്ള അർത്ഥം ഇതെല്ലാം അറിയുന്നതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അറിവ് അവർക്കുണ്ടാവും. ഒരു അടിസ്ഥാനമായ അറിവുള്ള ഒരാളോട് മാത്രമേ നമുക്ക് അതിന് മേലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും, പല സൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രാണിക് ഹീലിംഗിലൂടെ പറയാൻ സാധിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. പ്രാണിക് സൈക്കോതെറാപ്പി പറയുന്ന കോഴ്സോ സൈക്കിക് സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന കോഴ്സോ നേരിട്ടൊരു പബ്ലിക് വന്ന് പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല. കാരണം എന്താണ് പ്രാണ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ബേസിക് പ്രാണിക് ഹീലിംഗിലൂടെ നമുക്ക് കുറെ അടിസ്ഥാന വിവരങ്ങൾ ലഭിച്ചതിന്റെ പേരിലാണ് നമുക്ക് ഗ്രാൻഡ് മാസ്റ്ററുടെ ഒരുപാട് അഡ്വാൻസ്ഡ് കോഴ്സുകൾ, ഹയർ കോഴ്സുകൾ പങ്കെടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മളിലുള്ള ബേസിക് ആയിട്ടുള്ള ടീച്ചിങ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന ഈ കഥകളുടെയും സിംബോളിക് ആയിട്ടുള്ള അടയാളങ്ങളുടെയൊക്കെ ആന്തരിക അർത്ഥം എന്താണെന്ന്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മിനിമം ടീച്ചിങ്സ് അല്ലെങ്കിൽ മിനിമം അറിവ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദ കോൺസെപ്റ്റ് ഓഫ് സട്ടിൽ എനർജി, സൂക്ഷ്മോർജത്തെ കുറിച്ച് നമ്മൾ അറിയണം. ഈ സൂക്ഷ്മോർജത്തെ കുറിച്ച് അറിയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈശ്വരന്റെ വ്യാപിയായിട്ടുള്ള ഈശ്വരന്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയാൻ പറ്റുക. സൂക്ഷ്മോർജം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് പല കാര്യങ്ങളുടെ ആന്തരിക അർത്ഥം അറിയില്ല. നമുക്കറിയാം സൂക്ഷ്മോർജം എന്താണെന്ന്. ആ സൂക്ഷ്മോർജം നമ്മൾ റിസീവ് ചെയ്യുകയും പ്രൊജക്ട് ചെയ്യുകയും അത് വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് രോഗശാന്തി നൽകുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ എനർജി ബോഡി, ഊർജ ശരീരത്തെക്കുറിച്ച്, ചക്രകളെ കുറിച്ച്, നാഡീസ് അല്ലെങ്കിൽ മെരിഡിയൻസ്, ഊർജവാഹിനികളെ കുറിച്ച്, നാഡികളെ കുറിച്ച്, മെരിഡിയൻസിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അടിസ്ഥാനമായിട്ടുള്ള അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ ആവശ്യമാണ്. സോ ഊർജ ശരീരം എന്ന് പറയുന്ന, നമുക്കൊരു ഊർജ ശരീരം ഉണ്ടെന്ന് അറിയുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇന്നർ ടീച്ചിങ്സ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഊർജ ശരീരത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ, ഈ ഊർജ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ, ഈ ഊർജ ശരീരം ഭൗതിക ശരീരത്തെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചോ അറിയാത്ത ഒരാൾക്ക് അവർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ടീച്ചിങ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർക്കുള്ളതാണ് കഥകൾ. ഓക്കെ, അതേപോലെ ലോ ഓഫ് കറസ്പോണ്ടൻസ്, ഈ ഭൗതിക ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഊർജ ശരീരത്തിൽ പ്രകടമാവുന്നത്, അതേപോലെ ഊർജ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ഭൗതികമായിട്ട് പ്രകടമാവുന്നു, ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ ഊർജ തലത്തിൽ എങ്ങനെ പ്രകടമാവുന്നു. ഗ്രാൻഡ് പറയുന്നുണ്ട്, ഹെവൻ എന്ന് പറയുന്ന ഭാഗത്ത് ഗ്രാൻഡ് പറയുന്നുണ്ട്, ഹെവൻ മീൻസ് ദ ഇന്നർ വേൾഡ്. ഹെവൻ എന്ന് പറയുന്നത് ഇന്നർ വേൾഡ് ആണ്. ഇന്നർ വേൾഡ് മീൻസ് എനർജി വേൾഡ്. ഇന്നർ വേൾഡ് മീൻസ് എനർജി വേൾഡ്. സോ പല സ്ഥലങ്ങളിൽ ഈ സ്വർഗം എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് വരും. സോ നമുക്ക് പലപ്പോഴും സാധാരണക്കാരന് ഇത് മാച്ച് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഇവിടെയാണ് സ്വർഗം അവിടെയാണ് സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഈ സ്വർഗം? സോ ഈ സട്ടിൽ എനർജിയെ കുറിച്ചും അല്ലെങ്കിൽ എനർജി വേൾഡിനെ കുറിച്ചും എനർജി ബോഡിയെ കുറിച്ചും ഒക്കെ ഉള്ള അറിവുള്ള ഒരാൾക്ക് വളരെ വേഗത്തിൽ ഇത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അതേപോലെ ലോ ഓഫ് കർമ്മ നമ്മൾ വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടും പഠിച്ചു മനസ്സിലാക്കിയ ആൾക്കാരാണ്. സദ്ഗുണങ്ങളെ കുറിച്ച്. സോ ഈ ബേസിക് കോൺസെപ്റ്റ്സ് അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ടീച്ചിങ്സ് ഒക്കെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഇത് ഗ്രാൻഡ് മാസ്റ്റർ
ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ എങ്ങനെയാണ് യൂണിവേഴ്സൽ സുപ്രീം ഗോഡിനെ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറയുന്ന ഭാഗം ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നുണ്ട്. ദ സുപ്രീം ഗോഡ് ഈസ് ദ ഓൾ പെർവേസീവ് എനർജി വിത്ത് കോൺഷ്യസ്നസ് ആൻഡ് ദിസ് ഓൾ പെർവേസീവ് എനർജി ഈസ് വെരി സട്ടിൽ ആൻഡ് ഓൾമോസ്റ്റ് ഇംപെർസെപ്റ്റബിൾ. എല്ലായിടെയും വ്യാപിച്ചിരിക്കുന്ന എനർജിയാണ് എനർജി വിത്ത് കോൺഷ്യസ്നസ്. ബോധത്തോടു കൂടിയ ചൈതന്യമാണ് ഈശ്വരൻ. ബോധത്തോടു കൂടിയ ചൈതന്യമാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഊർജത്തോടു കൂടിയ ബോധ ചൈതന്യമാണ് ഈശ്വരൻ. സോ ഈ എനർജിയെ കുറിച്ച് അറിയുന്ന നമുക്കറിയാം, പ്രാണ ഈസ് എവരിവെയർ. സോ നമുക്ക് അതിസൂക്ഷ്മമായിട്ട് എല്ലാവരുടെയും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതു ക്രൈസ്റ്റിന്റെ ഭാഷയിൽ ശിഷ്യന്മാർക്കുള്ളതാണ് ഇന്നർ ടീച്ചിങ്സ്, മറ്റുള്ളവർക്ക് ഔട്ടർ ടീച്ചിങ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് വിശ്വസിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും അവർക്ക് കാണാൻ പറ്റുന്നതിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് കേൾക്കാൻ പറ്റുന്നതും സ്പർശിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സോ എനിക്കും നിങ്ങൾക്കും നമ്മൾ ഈ അതിസൂക്ഷ്മമായിട്ടുള്ള എനർജി നമ്മൾ കാണാതെ തന്നെ നമുക്കറിയാം, അതിന്റെ എക്സിസ്റ്റൻസ് നമുക്കറിയാം. സോ ഈ അറിവ് നമുക്കുള്ളത് കൊണ്ടാണ് ഗുരുവിന് ഇത്രയും ലളിതമായിട്ടും അതേപോലെ തന്നെ ഇത്രയും ആഴത്തിലും ആ ഈശ്വരന്റെ അസ്തിത്വത്തെ കുറിച്ച് എങ്ങനെ നമുക്ക് സുപ്രീം കോടതിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാധിച്ചത്. ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പൊന്നും ആളുകൾക്ക് ഇത്രയൊന്നും മാനസികമായിട്ടുള്ള വികാസം പ്രാപിച്ചിട്ടില്ല. അവരുടെ അടുത്ത് ദ സുപ്രീം ബോഡീസ് ഓൾ പെർവേസീവ് എനർജി വിത്ത് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾ പെർവേസീവ് എല്ലായിടെയും വ്യാപിച്ചിരിക്കുകയും നമ്മൾ കാണണ്ടേ. ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല. എന്താ അങ്ങനെ എല്ലായിടെയും വ്യാപിച്ചിരിക്കുന്നു? സോ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സോ ആ സമയത്ത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മഹാഗുരുക്കന്മാർക്ക് ഈശ്വരന് ഒരു രൂപം തന്നെ കൽപ്പിക്കേണ്ടതായിട്ട് വരും. ഈശ്വരന് പേരും രൂപവും ഒക്കെ നൽകും. അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ ഗ്രാൻഡ് മാസ്റ്റർ പറയാണ്, നമ്മൾ എത്രയോ മാനസിക വികാസം പ്രാപിച്ചവരും അല്ലെങ്കിൽ ഒരുപാട് മെന്റലി ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഗ്രാൻഡ് മാസ്റ്റർ പറയാണ്, ഈ ഡസ് നോട്ട് ഹാവ് ഫോം, അത് രൂപമില്ല. സോ രൂപമില്ലാതെ അദൃശ്യമായിട്ട് സർവ്വയുടെയും വ്യാപിച്ചിരിക്കുന്ന ബോധചൈതന്യമായിട്ട് എനിക്കും നിങ്ങൾക്കും ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേസിക് പ്രാണിക് ഹീലിംഗ് കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നുണ്ടാണ്. കോൺസെപ്റ്റ് ഓഫ് സട്ടിൽ എനർജി, ദ എനർജി ബോഡി ചക്രാസ്, ഈ കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ. സോ ഇതേപോലെ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ 1000-2000 വർഷങ്ങൾ പഴക്കമുള്ള ടീച്ചിങ്സ് പഴക്കമുള്ളതെന്ന് പറയാൻ കാരണം അത്രയും മുന്നേ തന്നെ ഒരു മഹാഗുരുവിന്റെ ടീച്ചിങ് അന്നത്തെ കാലത്ത് വിരലിനുണ്ടാവുന്ന ശിഷ്യന്മാർക്ക് മാത്രമാണ് അതിന്റെ ഇന്നർ ടീച്ചിങ്സ് എന്താണെന്ന് മനസ്സിലായത്. ഇന്നും നമ്മളതൊക്കെ അറിയുന്നത് കഥകളിലൂടെയാണ്. പദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സ്വർഗം എന്നുള്ള പദം കേട്ടിട്ടുണ്ട്. സ്വർഗം എന്താണ്? ഈ പാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിത്യജീവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ നിത്യജീവനാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് എങ്ങനെയാ ജീവൻ നഷ്ടപ്പെടുന്നത്? അപ്പൊ നിത്യജീവനാണെന്ന് പറയുമ്പോൾ എന്താ നിത്യജീവൻ? സോ ഇങ്ങനെയുള്ള പദങ്ങൾ മാത്രം ആൾക്കാർക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളത്. അതിന്റെ പിന്നിലുള്ള ആന്തരിക അർത്ഥം, അതിന്റെ അന്തസത്യം എന്താണ്, അതിന്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് മറ്റൊരു ഗുരു 2000 വർഷങ്ങൾക്ക് ശേഷം വന്ന് റിവീൽ ചെയ്യാണ്. അത് റിവീൽ ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മിനിമം യോഗ്യത നേടിയവരാണ് ഓരോ ബേസിക് പ്രാണികീലറും. അപ്പൊ ആ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബേസിക് പ്രാണികീലറും ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തരുത്. ഗ്രേറ്റ് ഗുരുക്കന്മാരുടെ, മഹാഗുരുക്കന്മാരുടെ ടീച്ചിങ്സ്, അതിന്റെ അന്തസത്ത, അതിന്റെ ആന്തരിക അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ഇനി 2000 വർഷം കഴിഞ്ഞാലും എന്നും ഈ ടീച്ചിങ്സ് എല്ലാം ഒന്നായിരിക്കും. കാരണം ഈ ടീച്ചിങ്സിന് പറയുന്നത് സത്യം എന്ന് പറയാം. ഇത് ഇന്നലെ ഉണ്ടായിരുന്നതാണോ, ഇന്നുള്ളതാണോ, നാളെയും ഉണ്ടാവും. ഭൂതകാല സത്യം, വർത്തമാനകാല സത്യം, ഭാവികാല സത്യം. അപ്പൊ എന്നും നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെയാണ്. സത്യമായിട്ടുള്ളത് ഈശ്വരനാണ്. സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ പറയും. സത്യം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ മാത്രമേ എന്നും നിലനിൽക്കുന്നുള്ളൂ. ഇന്നലെ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളെ ഉണ്ടാകുന്നതുമായിട്ടുള്ള കാര്യം. ഇപ്പൊ എന്താണ് ഈ ടീച്ചിങ്സ് എല്ലാം തന്നെ ഈശ്വരീയമാണ്. ഇതെല്ലാം തന്നെ ആത്മീയ സത്യമാണ്. ഇത് ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അപ്പൊ നമ്മൾ ഈശ്വരനെ കുറിച്ചുള്ള അറിവ്
നമ്മൾക്ക് അത് ആന്തരികമായിട്ടുള്ള അറിവായിട്ട് ആത്മീയ പഠനങ്ങളായിട്ട് നമുക്ക് ലഭിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി റിവീൽഡ് എന്ന് പറയുന്ന ഈ കോഴ്സിലൂടെ. അപ്പൊ അതിന് വേണ്ട മിനിമം യോഗ്യത പറയുന്നത് ബേസിക് പ്രാണിക് ഹീലിംഗ് കോഴ്സാണ്. സോ ബേസിക് പ്രാണിക് ഹീലിംഗ് കോഴ്സ് കഴിഞ്ഞ എല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുക്കുക. ദിവസം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഓഗസ്റ്റ് 24 ശനിയാഴ്ചയാണ് കൊച്ചിയിൽ വെച്ചാണ് ആ കോഴ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും ഇത് പങ്കെടുക്കുക. ഈ ആന്തരിക അർത്ഥം ഇന്ന് അത് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ബേസിക് പ്രാണിക് ഹീലേഴ്സ്. കാരണം ഇത്തരത്തിലുള്ള ആന്തരികമായ അർത്ഥം അല്ലെങ്കിൽ ടീച്ചിങ്സിന്റെ ഒക്കെ ആന്തരിക അർത്ഥം അറിയാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ലഭിച്ച ആൾക്കാർ തീർച്ചയായിട്ടും പ്രാണിക് ഹീലേഴ്സ് മാത്രമാണ്. നമ്മൾ 2000 വർഷങ്ങൾക്ക് ശേഷം ആ ടീച്ചിങ്സിന്റെ ആന്തരിക അർത്ഥം റിവീൽ ചെയ്യപ്പെടുന്ന സമയത്ത്, നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം വരുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ടാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്. അത് ഏറ്റവും വലിയ ബ്യൂട്ടി. ഒരു ദിവസം കൊണ്ട് നമുക്കിത് അറിയാൻ സാധിക്കും. അതേപോലെ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകം നിങ്ങൾക്ക് അതിന്റെ കൂടെ ക്രിസ്ത്യാനിറ്റി റിവീൽഡിന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും ആരും നഷ്ടപ്പെടുത്താതിരിക്കാം. ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞു, നിങ്ങളൊരു അതിശക്തമായ ടെക്നിക്ക് നമ്മൾ പഠിച്ചു, ചക്രകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പഠിച്ചു. സോ ആ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യില്ല, കാരണം അത് നിങ്ങൾ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെമോ കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് എൻ്റെ ഹാൻഡ് ചക്രയുടെ എനർജി ലെവലും സൈസും ഒന്ന് സ്കാൻ ചെയ്യും. എൻ്റെ ഹാൻഡ് ചക്ര ഈ പൊക്കി വെച്ച്, ഇത് എൻ്റെ ഇടത് കൈയാണ്, ഇടത് കൈയുടെ എനർജി ലെവലും അതേപോലെ തന്നെ സൈസും ഒന്ന് സ്കാൻ ചെയ്യും. ഇത് കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രയാണ് അതിൻ്റെ എനർജി ലെവൽ, എത്രയാണ് അതിൻ്റെ സൈസ് എത്രയാണ്. ഞാൻ അവിടെ പഠിപ്പിച്ച ആ ടെക്നിക്ക് ഞാൻ എൻ്റെ ഈ ഹാൻഡ് ചക്രയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനാകെ വേണ്ട സമയം എന്ന് പറയുന്നത് സെക്കൻഡുകളാണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും ഈ ചക്രയിൽ നിന്ന് സ്കാൻ ചെയ്യുന്നത് ചക്രയുടെ എനർജി ലെവൽ, സൈസ് ഓഫ് ദ ചക്ര. നിങ്ങളെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്തായിരുന്നു നിങ്ങളുടെ കണ്ടെത്തൽ നോക്കാം. എത്ര കണ്ട് വർദ്ധിച്ചു, എത്ര കണ്ട് എനർജി വർദ്ധിച്ചു, എത്ര കണ്ട് ചക്രയുടെ എനർജി ലെവലും സൈസ് എത്ര കണ്ട് വർദ്ധിച്ചു. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ആരും സ്കാൻ ചെയ്തില്ലേ? അതിന്റെ എത്ര പെർസെന്റേജ് എക്സ്പാൻഷൻ എനിക്കിപ്പം മീൻസ്, പക്ഷെ മീനിങ് ഇറ്റ്സ് വെരി എക്സ്പാൻഡ്. അതാണ്, ദാറ്റ്സ് വെരി പവർഫുൾ. നമുക്ക് എത്ര സമയം എടുത്തു നോക്കാം. നമുക്ക് വേണ്ട, ഇനി ആരെങ്കിലും ഒരാൾക്ക് ഞാനത് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ തയ്യാറായിട്ടുള്ള ഒരാളുടെ കൈ ഒന്ന് പൊക്കുക. ആരാണ്? എലിസബത്ത്. ഓക്കെ, എലിസബത്ത് ആദ്യം ചെയ്യും. ഓക്കെ, നിങ്ങൾ അവരുടെ ചക്രയുടെ എനർജി ലെവൽ സൈസ് ഒന്ന് സ്കാൻ ചെയ്യും. ഇത് വേറൊരു ടെക്നിക്കാണ്. രണ്ടും മറ്റൊരു ടെക്നിക്കാണ്. എനർജി ലെവൽ, സൈസ് ഓഫ് ദ ചക്ര സ്കാൻ ചെയ്യുക. ഓക്കെ, സ്കാൻ ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ഈ ടെക്നിക്ക് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. എലിസബത്തിന്റെ ഏത് കയ്യാ? അത് വലത് കയ്യാ? ഓക്കെ. സോ നമ്മൾ എങ്ങനെയാണ്, അതിനും ആകെ സെക്കൻഡുകൾ മാത്രമേ ആവശ്യമുള്ളൂ നമ്മളത് ചെയ്യുന്നത്. കഴിഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് സൈസ് നിങ്ങൾ സ്കാൻ ചെയ്യുന്നത്, നിങ്ങളുടെ കൈ പരമാവധി നിങ്ങൾ ദൂരേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സൈസ് നിങ്ങൾ സ്കാൻ ചെയ്ത് ശ്രമിക്കുക.
ഒരു ഹാൻഡ് ചക്ര ചെയ്തത് ഒന്ന് നമ്മൾ ഹാൻഡ് ചക്ര അത്രയും വലിയ അളവിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് സേഫ് ആണ്. മറ്റൊരു മേജർ ചക്രയാകുമ്പോൾ ഒരു പക്ഷേ അത്രയും പെട്ടെന്ന് നമുക്ക് താങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അതിന്റെ എനർജി തലം സ്കാൻ ചെയ്യാനൊക്കെ ഇത് ഒരു മൈനർ ചക്ര ആയതുകൊണ്ട് എന്തായിരുന്നു റിസൾട്ട്? എക്സ്പാൻഡഡ്. ഒക്കെ എത്ര സമയം എടുത്തു? 1-2-3 seconds, മാക്സിമം 2-3 seconds. സോ നമ്മൾ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ സൈറ്റിൽ ആദ്യം പറയുന്നതാണ് അഡ്വാൻസ്ഡ് മെത്തേഡ് ഓഫ് ആക്ടിവേഷൻ ഓഫ് ചക്രാസ്. ധാരാളം ഇങ്ങനെയുള്ള ധാരാളം തന്ത്രങ്ങൾ. അതേപോലെ നമ്മൾ ഒരു മതപാരമ്പര്യത്തിലെ ടീച്ചിങ്സിന്റെ ഇന്നർ ടീച്ചിങ്സ് നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് തന്നെയാണ് ഈ ടീച്ചിങ്സ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉൾക്കൊള്ളുന്ന ടീച്ചിങ്സ് തന്നെയാണ് മറ്റ് മതപാരമ്പര്യങ്ങളിലും ഉള്ളത്. പക്ഷെ അത് പറയുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇന്നർ ടീച്ചിങ്സ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. കാരണം ആ ഇന്നർ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ആ ഈശ്വരനെ കുറിച്ച്, സത്യത്തെ കുറിച്ച് പറയുന്നതാണ്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ, ഈശ്വരന് ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു മതപാരമ്പര്യത്തിലെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുന്നത് വഴി നമ്മൾ എല്ലാ മതപാരമ്പര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആന്തരിക അർത്ഥം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി റിവീൽഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും ക്രിസ്ത്യാനിറ്റിയിൽ ഇന്നർ ടീച്ചിങ്സ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ സത്യം അറിയും, നമ്മൾ ഈശ്വരനെ അറിയും. ഏത് മതപാരമ്പര്യങ്ങളുടെയും ഇന്നർ ടീച്ചിങ്സ് നമ്മൾ അറിയണം, എസെൻസ് നമ്മൾ അറിയണം. അതിന് നമ്മളെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ സഹായിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ആത്മാ നമസ്തേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബേസിക് പ്രാണിക് ഹീലിംഗ് കോഴ്സാണ് ഇതിന്റെ എലിജിബിലിറ്റി. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓപ്പൺ ടു ഓൾ ആണ്, ബേസിക് പ്രാണിക് ഹീലിംഗ് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് സമയമുണ്ട്, 3 ആഴ്ച സമയമുണ്ട്. അതിനിടയ്ക്ക് കേരളത്തിൽ എവിടെയുള്ള ബേസിക് പ്രാണിക് ഹീലിംഗിന്റെ കോഴ്സ് നിങ്ങൾക്ക് പങ്കെടുത്തിട്ടും ഈ കോഴ്സിന് വേണ്ട എലിജിബിലിറ്റി നേടാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും നിങ്ങൾക്ക് പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരെ എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് എല്ലാം ഗ്രൂപ്പിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? സാറേ, ബുദ്ധിസത്തിന്റെ കാര്യം അത് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ബുദ്ധിസ്റ്റ് റിവീൽഡാണ് സൺഡേ വരുന്നത്. ബുദ്ധിസ്റ്റ് റിവീൽഡിനെ കുറിച്ച് നമ്മൾ ഇതേപോലെ ഒരു സെക്ഷനിൽ പിന്നീട് പറയും. ഓക്കെ. സാറേ, ആത്മ നമസ്തേ. നമസ്തേ. ഇതിന്റെ റിക്വസ്റ്റ് എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇതൊന്ന് സാറ് ഒരു ബുക്ക് സ്റ്റഡി ആയിട്ട് ഇതൊന്ന് റിവീൽ ചെയ്ത് തരാൻ പറ്റുമോ? ബുക്ക് സ്റ്റഡി ഇത് ആയിട്ട് കഴിഞ്ഞിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും ഒന്നുകൂടി ആഴത്തിൽ പഠിച്ചെടുക്കാച്ചിട്ടാ. തീർച്ചയായിട്ടും കോഴ്സ് പങ്കെടുത്ത ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കോഴ്സുകൾക്കൊക്കെ തരം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓമണി വർദ്ധേഹം ചെയ്തപ്പോഴും അതേപോലെ തന്നെ ലോർഡ്സ് പ്രേയർ കഴിഞ്ഞപ്പോഴും ഹിന്ദുയിസം റിവീൽഡ്, ഈ കോഴ്സുകൾക്കൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം.